ഹായ് എവറി വൺ, വെൽക്കം ടു നോട്ട് ബഡി ഡോട്ട് ഇൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിഫറൻസ് നാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ ആണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഫ്രാൻസിൽ കുടിയേറി താമസിക്കുന്ന ആൾക്കാർ അനുഭവിക്കുന്ന ഈ ഒരു വർഗീയ വിവേചനത്തെക്കുറിച്ചും അതുപോലെ തന്നെ അനീതിയെക്കുറിച്ചും ഒക്കെയാണ്. അതായത് അവരുടെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ, റേസിസം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് പോയാലോ? ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നരേറ്റർ നാഷണൽ പ്രിഫറൻസ് എന്താണെന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. അതായത് ജോലി അവസരങ്ങളിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ആ നാട്ടിലെ ആളുകൾക്ക്, ആ രാജ്യത്തെ ആളുകൾക്ക്, സ്വദേശികൾക്ക് മുൻഗണന നൽകുക, പ്രയോറിറ്റി നൽകുക എന്നുള്ളൊരു നിയമമാണത്. ഓക്കെ, അവരെന്താണ് പരിഹാസത്തോടെയാണ് മിസ്റ്റർ ബോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഇത് അവതരിപ്പിക്കുന്നത്. അതായത് സിംബലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു നിയമമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വിവാഹം ചെയ്താൽ സാധാരണഗതിയിൽ എന്താണ് പൗരത്വം ലഭിക്കും. അപ്പം ഇവിടെയുള്ള ഒരാള് മറ്റ് രാജ്യക്കാരെ വിവാഹം ചെയ്താൽ ആ വിവാഹം ചെയ്ത വ്യക്തിക്ക് എന്താണ് ഈ നാട്ടിലെ പൗരത്വം കിട്ടുമായിരുന്നു. പക്ഷേ പുതിയൊരു നിയമം വന്നതോടുകൂടി എന്താണ് വിവാഹം ചെയ്താലും എന്ത് കിട്ടില്ല, പൗരത്വം കിട്ടുന്ന ഒരു അവസ്ഥയല്ല. അതായത് 2 വർഷം അവർ ഒരുമിച്ച് താമസിച്ചാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, പൗരത്വം കിട്ടുള്ളൂ. ഈ പൗരത്വം കിട്ടിയാൽ മാത്രമേ അവിടെയുള്ള പല ജോലികളും അതുപോലെ തന്നെ പല ബെനിഫിറ്റ്സും കിട്ടുള്ളൂ. നമ്മൾ ഏതൊരു രാജ്യത്താണോ നിൽക്കുന്നത് ആ രാജ്യത്തെ പൗരന്മാർക്കാണല്ലോ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കുക. അപ്പൊ നമ്മൾ ഒരാളെ കല്യാണം കഴിച്ച് അവിടെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് പൗരത്വം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ രാജ്യത്തെ ഒരു പരിഗണനയും ബെനിഫിറ്റ്സും ഒന്നും കിട്ടില്ല. അതാണ് ഇവർ പറഞ്ഞത്. പുതിയൊരു നിയമം വന്നതോടുകൂടി എന്താണ് ഇങ്ങനെ പൗരത്വം കിട്ടുന്നില്ല എന്നുള്ളത് കുടിയേറ്റക്കാരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ കുടിയേറ്റക്കാരെ എന്താണ് ഭയപ്പെടുത്തുകയും അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ ഒക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് അവർ വിമർശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അവരൊരു ജോബ് അഡ്വർടൈസ്മെന്റ് കാണുകയാണ് ബേക്കറിയിലേക്കുള്ള. അതിൽ പറയുന്നത് എന്താണ്, സെയിൽസ് ഗേൾ വാണ്ടഡ് ഡയലക്ട് ഡിസൈറബിൾ. അതായത് നല്ല അടിപൊളിയായിട്ടുള്ള ഡയലക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അവൾക്ക് എന്താണ് ഇതിനോട് താല്പര്യമില്ല. കാരണം അവൾ അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, അതുപോലെ തന്നെ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. അവളുടെ ക്വാളിഫിക്കേഷൻ ഒന്നും ഇവിടെ ഒരു വാല്യൂ ഇല്ല. കാരണം ഒരു സെയിൽസ് ഗേളിന്റെ പോസ്റ്റ് ആണല്ലോ ഇപ്പൊ ഉള്ളത്. അവൾക്ക് അതിന് താല്പര്യമില്ല. അവളുടെ ഫ്രണ്ട് അതിന് വലിയ നീ പോവണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വേറെ ജോബൊന്നും കിട്ടാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യാണ്, ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാണ്. അങ്ങനെ ബേക്കറിയിൽ എത്തിയ സമയത്ത് അവളെ നോട്ടീസ് ചെയ്യാണ് ആ ഒരു ബോസിന്റെ എന്താണ് ജർമ്മൻ മൊസ്താഷ്. അതുപോലെ തന്നെ അവരുടെ ആക്സെന്റ് വേറെയാണ്, അൽസേഷ്യൻ ആക്സെന്റിലാണ് അവർ സംസാരിക്കുന്നത്. ആ ഒരു ബോസിന്റെ ആറ്റിറ്റ്യൂഡ് ഒന്നും അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം അവളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അൽസേഷ്യൻ ഡയലക്റ്റിൽ സംസാരിക്കാൻ പറ്റുമോ? അവള് സത്യസന്ധമായിട്ട് തന്നെ റിപ്ലൈ കൊടുക്കും, ഇല്ല എന്ന് പറഞ്ഞിട്ട്, നോ സർ എന്ന് പറയും. അപ്പൊ ആ ഒരു ബോസ് അവരെ ഇൻസൾട്ട് ചെയ്യാണ്. അവരെ പറയാണ് എന്താണ് ഈ കുടിയേറ്റക്കാരാണ് രാജ്യത്തിന്റെ എല്ലാ ജോലിയും വിഭവങ്ങളും എല്ലാം കവർന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു ആരോപണം ആരോപിക്കുകയാണ്. അങ്ങനെ അവള് ഭയങ്കര ഹേർട്ടായിട്ട് അവിടുന്ന് എന്താണ് അപമാനിതയായിട്ട് ആ ജോലി ലഭിക്കാതെ അവിടെ ബേക്കറി വിട്ട് പോവാണ്. ഓക്കെ, അതായത് അവളുടെ ആ ഒരു നിറം കൊണ്ടും അതുപോലെ തന്നെ വേറൊരു രാജ്യക്കാരി ആയതുകൊണ്ട് മാത്രമാണ് ആ ഒരു ജോലി അവർക്ക് കിട്ടാതിരുന്നത്. അവളെ എങ്ങനെങ്കിലും ഒഴിവാക്കണം എന്നുള്ള രീതിയിലാണ് ആ ഒരു അൽസേഷ്യൻ ആക്സെന്റ് അറിയുമോന്ന് ചോദിക്കുന്നത്. അതായത് വേറെ ഒന്നും പറഞ്ഞാലും ഇവരെ ഒഴിവാക്കാൻ കഴിയില്ലല്ലോ ഡയറക്റ്റ്. അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് ഇല്ലാത്തൊരു കാര്യം ചോദിച്ചിട്ട് അവർ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു 3 ദിവസങ്ങൾക്ക് ശേഷം അവര് വേറൊരു അഡ്വർടൈസ്മെന്റ് കാണുകയാണ്. എന്ത്, ഫ്രഞ്ച് ട്യൂട്ടറെ ആവശ്യമുണ്ട്, ഡിഗ്രി എസെൻഷ്യൽ ആണെന്ന് പറഞ്ഞിട്ട്. അതായത് ഫ്രഞ്ച് ട്യൂഷൻ എടുക്കണം, അതുപോലെ തന്നെ ഡിഗ്രി എന്താണ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, അവർക്ക് ഫോൺ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയാണ് ആൻസർ ചെയ്യുന്നത്. അവർ പറയുന്നത് അവരുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ മകൾക്ക് വേണ്ടിയിട്ട് ട്യൂഷൻ എടുക്കാനാണ്. അങ്ങനെ അവര് എന്താണ് പെട്ടെന്ന് തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാണ് അടുത്ത ദിവസം എന്താണ് കഫേയിൽ വെച്ചിട്ട്. അങ്ങനെ അവര് കഫേയിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്ത്രീ പറയാണെന്ത്, ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരെ ഈ നരേറ്ററിനെ ഒഴിവാക്കിക്കൊണ്ട് പറയാണെന്ത്, ഞങ്ങൾക്കൊരു യൂറോപ്യൻ ടൈപ്പ് പേഴ്സണെയാണ് ആവശ്യം. അതായത് അവിടെ എന്താണ് നമ്മളെ നരേറ്ററിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് ഉള്ളത്. അതായത് അവരുടെ യോഗ്യത കുറവായതുകൊണ്ടല്ല അവർക്ക് കിട്ടാത്തത്. അവർക്ക് ഡിഗ്രിയും കാര്യങ്ങളും അവർ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ എന്താണ് അവളുടെ കറുത്ത സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് ആ ജോലി കിട്ടുന്നില്ല. അവിടെ ആ ഒരു കറുത്ത സ്കിന്നുകൊണ്ട് എന്താണ് അവര് ആ ഒരു ജോലിയിൽ നിന്ന് റിജക്റ്റ് ആയി പോവാണ്. അവൾക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. ആ ഒരു ദേഷ്യത്തോടെ, ആ ഒരു കോപത്തോടെയാണ് അവൾ പുറത്തു പോകുന്നത്. ആ ഒരു സമയത്ത് അവൾ വിളിച്ചു പറയുന്നുണ്ട് എന്ത്, നിറമല്ല ബുദ്ധിയാണ് പ്രധാനമെന്ന് ഭയങ്കര പരിഹാസത്തോടെയാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കാഷ്യർ അവിടെ ഷൗട്ട് ചെയ്തിട്ട് പറയാണ്, ഗോ ബാക്ക് ടു യുവർ ജംഗിൾ. അതായത് എന്താണ്
ജംഗിളിലേക്ക്, നീ നിന്റെ കാട്ടിലേക്ക് തന്നെ പോന്ന് പറയുന്ന സമയത്ത് ഇവര് കോൺഫിഡന്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ? അവൾ ആത്മവിശ്വാസത്തോടെ മറുപടി പറയുന്നത് എന്താന്ന് വെച്ചാല്, ജംഗിള് വായു പോലും അവളുടെ മുഖത്തിന് ഗുണം ചെയ്യുന്നു. അതായത് അവര് പറഞ്ഞതിനൊരു തിരിച്ചടിയായിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അവൾ എന്താണ്, ആ ജോലി വിവരങ്ങളെല്ലാം ഒരു എന്താണ് വെളുത്തിട്ടുള്ള ഫ്രഞ്ച് സുഹൃത്തിന് നൽകുകയാണ്. അങ്ങനെ ആ ഒരു വൈറ്റ് ഫ്രണ്ടിന് എന്താണ്, ഈസി ആയിട്ട് ആ ജോലി കിട്ടുകയാണ്. കാരണം അവിടെ നിറമാണ് അവർ നോക്കുന്നത്. ക്വാളിഫിക്കേഷനേക്കാൾ കൂടുതൽ എന്താണ്, അവർക്ക് അവരുടെ നിറം, അവരുടെ ആ ഒരു റേസിസം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ ഒരു കഥ അവസാനിപ്പിക്കുന്നത്. വർഗീയ വിവേചന സമൂഹത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള പരിഹാസത്തോടെയാണ് കാണിക്കുന്നത്. ഈ ഒരു സ്റ്റോറിയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഈ ഒരു കാലഘട്ടത്തിൽ പോലും വർഗീയ വിവേചനം എന്താണ്, സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, യഥാർത്ഥ മാന്യത അതുപോലെ ആത്മാഭിമാനത്തിലും ആത്മവിശ്വാസത്തിലും ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ റേസിസം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. അവരുടെ എന്താണ്, അവരുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരാളെ നോക്കി കാണേണ്ടത്. അതായത് ഈ ഒരു ചാപ്റ്ററിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ, ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടായിട്ട് പോലും അവർക്ക് ജോലി കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അവരുടെ സ്കിന്നിന്റെ കളറിലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ആവരുത് നമ്മൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു ചാപ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. ചാപ്റ്റർ മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമൻസിൽ പറയാം. എക്സാം ഒക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.